എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പൊറോട്ടയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. 1/2 ടീസ്പൂൺ ഉപ്പിടാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തേങ്ങ ഇടാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ കൂടി ചേർക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ഇടാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പൊടിയും ചേർക്കാം. ഫ്ലെയിം കുറച്ച ശേഷം വേണം അരിപ്പൊടി ചേർക്കാൻ. 1 കപ്പ് വറുക്കാത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത പൊടി കൊണ്ടും ഉണ്ടാക്കാം. ഇത്രയും മതി. ഇതേപോലെ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. മാവിനിപ്പോഴും ചൂടുണ്ട്. ഈ ചൂടിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് കൈ നനയ്ക്കാം. നല്ല സോഫ്റ്റായി മാവാവണം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചെറിയ ഉരുളകളാക്കി എടുത്ത് പരത്തിയെടുക്കാം. പൊറോട്ട ഉണ്ടാക്കുന്ന പലക ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഞാനിപ്പോൾ വാഴയിലാണ് എടുത്തിരിക്കുന്നത്. ഇലയിൽ നന്നായി എണ്ണ തേക്കണം. ഇതിലേക്ക് ഉരുള വെച്ച ശേഷം പരത്തിയെടുക്കാം. ഇടയ്ക്കൊന്ന് കൈ നനച്ച ശേഷം പരത്താം. പത്തിരിയുടെ ഒരു വേറെ വേർഷനാണ്. ഈ മാവിൽ തേങ്ങ ഇടുന്നുണ്ട്. അതുപോലെ കട്ടിയിലാണ് ഇത് പരത്തുക. പത്തിരിയാണെങ്കിൽ വളരെ നൈസായിട്ടാണല്ലോ പരത്തുക. പൊറോട്ട ഉണ്ടാക്കുന്ന പലകയാണെങ്കിൽ കറക്റ്റ് റൗണ്ടായി കിട്ടും. കൈ കൊണ്ടാകുമ്പോൾ അത്ര റൗണ്ടായി കിട്ടില്ല. വല്ലാതെ തിന്നായി പരത്തണ്ട, തിക്കായി തന്നെ എടുക്കാം. കറക്റ്റ് റൗണ്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതേപോലെ മുറിച്ചെടുക്കാം. തവയിലേക്ക് കുറച്ച് എണ്ണ ഇടാം. ഒരു സൈഡ് ചെറുതായി ചോക്കുമ്പോൾ തിരിച്ചിടാം. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എണ്ണയും കുറച്ച് ഇടാം. ഇതേപോലെ ആകുമ്പോൾ എടുക്കാം. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ. ഏത് കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.